ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാണോ? ഞാൻ ദേ ഇവിടെ ഈവനിങ് നല്ല ഹാപ്പി ആയിട്ട് വൈബായിട്ട് ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ചെയ്ത് നടക്കുക. ഞാൻ മിക്കവാറും മോർണിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നല്ല എൻജോയ്മെൻറ്റിലാണ് ചെയ്യാറ്. പക്ഷെ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയും ഒരു ദിവസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഈവനിങ് ആണെന്ന്. അതെന്താണെന്നറിയില്ല, ഈവനിങ് അമ്മയുടെ കൂടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ തന്നെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറേ നേരം വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്. ഒത്തിരി സമയം പുറത്തൊക്കെ പോയി വീട്ടിലേക്ക് എത്താൻ വൈകി കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഭയങ്കര മിസ്സിങ് ഫീൽ ചെയ്യും. ഒത്തിരി ഹോം സിക്നെസ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് എനിക്ക് ദോഷം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കലൂര് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ട് ഞാൻ എല്ലാ ദിവസവും അമ്മേനെ വിളിച്ച് കരയും, അമ്മ എനിക്ക് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞ്. അവസാനം അമ്മയുടെ കൈയും കാലും പിടിച്ച്, അന്ന് ചേച്ചിമാരും ഉണ്ടായിരുന്നു, അവരുടെ കൈയും കാലും പിടിച്ച് ഞാൻ വീട്ടിലോട്ട് താമസം മാറി ഹോസ്റ്റലിൽ നിന്ന്. പിന്നെ ഒരു വലിയ തത്രപ്പാടായിരുന്നേ, കാരണം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് ഒത്തിരി ദൂരം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ നിന്ന്. അങ്ങനെ ട്രെയിൻ കയറിയൊക്കെ പോകണം, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്തോ അതിലെനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പ്രഭാതം തുടങ്ങുക, അതുപോലെ തന്നെ കിടക്കാൻ നേരമാകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ബെഡിൽ കിടക്കുക, ഇതൊക്കെ എനിക്ക് തരുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. ഇതൊക്കെ എല്ലാവർക്കും ഇങ്ങനത്തെ ഇമോഷൻസ് ആണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ റൂം, നമ്മുടെ ബെഡ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇമോഷൻ ആയിരിക്കും. എനിക്ക് കുറച്ചധികം കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പണ്ടൊക്കെ ഞാൻ എപ്പോഴും അമ്മോട് പറയായിരുന്നു, അമ്മ 2 ചേച്ചിമാരും കല്യാണം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ഞാനും അമ്മയും മാത്രമേ ഈ വീട്ടിൽ ഒരു രസം ഉണ്ടാവില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. പറഞ്ഞതേ 2 പേരും കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. ഇപ്പം ഞാനും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ രസമെന്ന്. ഞാനീ പറയുന്നത് ഇവർ 2 പേരും കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും എന്നെ പട്ടേൽ വെട്ടി അടിക്കുമായിരിക്കും. ജോക്സ് അപ്പാർട്ട്, അവർ വരുമ്പോഴാണ് കേട്ടോ ഈ വീട് ഒരു പൂർണ്ണതയിൽ എത്തുന്നതും ഇതൊരു സ്വർഗ്ഗമായി മാറുന്നതും അവർ വരുമ്പോഴാണ്. എപ്പോഴും ഇങ്ങനെ വീട് ഇഷ്ടം, അമ്മേനെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പറയാൻ ഞാൻ എന്താ കുഞ്ഞു കുട്ടിയാണോ നിങ്ങൾ വിചാരിക്കും. ശരിക്കും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്നും കുഞ്ഞു മക്കൾ തന്നെയാണ്. അവരുടെ കാലം കഴിയുമ്പോഴാണ് നമ്മൾ ഈ ലോകത്ത് ആർക്കും കുട്ടിയല്ലാതാവുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം എൻജോയ് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ ബൈ.